വർക്കൊക്കെ ഉഷാറായിട്ടുണ്ട്. എന്താ പ്രത്യേകിച്ച് പറയാൻ, വർക്കൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് എന്റെ കൂട്ടുകാരൻ അക്ബറിന്റെ വീടാണ്. താഴക്കോട് പഞ്ചായത്ത്, പെരിന്തൽമണ്ണക്കടുത്ത് താഴക്കോട് പഞ്ചായത്തിലെ അരക്കുപറമ്പ് എന്ന പ്രദേശത്താണ് ഈ വീടുള്ളത്. അതിമനോഹരമായ ഈ വീടിന്റെ മുറ്റം കല്ല് വിരിക്കാനും അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ, ചുരുങ്ങിയ കോസ്റ്റിൽ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. താണ്ടൂർ സ്റ്റോണാണ് ഇവിടെ നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാട്ടർ ലെവലിംഗിന്റെ സമയത്തൊക്കെ നല്ല മഴ നടക്കുക. അപ്പൊ ആള് വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടുന്നത്. വിദേശത്തായിരുന്നു. അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ സമയത്ത് നല്ല മഴയായിരുന്നു. ഹൗസ് വാമിംഗ് പെട്ടെന്ന് വേണമെന്നുള്ളത് തന്നെ പെട്ടെന്ന് 2x1.5 താണ്ടൂർ സ്റ്റോണാണ് നമ്മളിവിടെ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗേറ്റിൽ നിന്നുള്ള സിറ്റ് ഔട്ട് ഔട്ടുള്ള പാസേജ് ഏരിയയിൽ റെക്ടാംഗിൾ ഷേപ്പിൽ വിരിച്ച് നീളത്തിലാണ് 2 വശത്തും വിരിച്ചത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് മനോഹരമാക്കിയാണ് പ്ലാന്. നമ്മൾ തന്നെ നമ്മുടെ വർക്കേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തൊരു പ്ലാനാണ്. അൺഷേപ്ഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കല്ലിനെ നമ്മൾ പേൾ ഗ്രാസിന്റെ ആ ഒരു ഏരിയ, കുറഞ്ഞ ഏരിയയാണ്, ഒരു 400 സ്ക്വയർ ഫീറ്റ് ഏരിയ പേൾ ഗ്രാസിന്റെ ആ ഭാഗം നമ്മൾ അൺഷേപ്ഡ് ആയിട്ടാണ് നമ്മൾ താണ്ടൂർ സ്റ്റോണിന്റെ ഭാഗം കട്ട് ചെയ്ത്. മറ്റൊരു വീടുകളിലും നമ്മൾ ചെയ്യാത്ത പുതിയൊരു രീതിയിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ പാസേജ് നമ്മുടെ പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറാകുകയായിരുന്നു. പിന്നെ എന്റെ ലേബേഴ്സ് തന്നെ കൂടുതൽ ടൈംസ് അവിടെ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്തൊക്കെ എനിക്ക് പല സൈറ്റുകളിലും വർക്ക് ഉണ്ടാകുകൊണ്ട് എന്റെ സുഹൃത്താണ്. അപ്പൊ അവൻ അവിടെ ഉണ്ട്. അപ്പൊ അവിടേക്ക് ഏറ്റവും പെർഫെക്ഷൻ ഉള്ള പണിക്കാരെ, ലേബേഴ്സിനാണ് നമ്മൾ വിട്ടത്. മിടുക്കന്മാരാണ്. കണ്ടില്ലേ, ഇത് കണ്ടറിയാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഈ വശത്തൊക്കെ നമ്മൾ മെറ്റലിട്ടിട്ട് ബേബി 6mm ബേബി ഇട്ടിട്ട് അതിലൂടെ ഒരു പാസേജ്, ഒരു പാത്ത് വേ വെച്ചു കൊടുക്കുകയാണ് ചെയ്ത്. അപ്പൊ ബാക്ക് സൈഡും അതുപോലെ 2 സൈഡിലെ കുറച്ച് വശങ്ങളൊക്കെ അങ്ങനെ അവന് ഒരുപാട് ചെലവ് കോസ്റ്റ് കുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വീടിന്റെ മൊത്തമായിട്ടുള്ള ഏരിയ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, അപ്പൊ ഇത്രയാവോ അത്രയാവോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഈ വീട്ടിൽ ഞങ്ങൾ ചെയ്ത വർക്കിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അവന്റെ കയ്യിൽ ഈ സമയത്ത് കാശില്ല, പതിയെ ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. കുറച്ച് ഭാഗം വീടിന്റെ മുറ്റം തന്നെ അത്യാവശ്യം 3000 സ്ക്വയർ ഫീറ്റോളം മുറ്റം ഉണ്ട് കേട്ടോ, ഫ്രണ്ട് വശം തന്നെ. അതുകൊണ്ടാണ് ബാക്ക് വശത്ത് അങ്ങനെ ചെയ്യാൻ, ഞാൻ പിന്നീട് ചെയ്താൽ മതിയടാ കുഴപ്പമില്ല, നമുക്ക് ബാക്ക് സൈഡിലും സൈഡുകളിലൊക്കെ നമുക്ക് ഇതുപോലെ പാത്ത് വേ ചെയ്യാം എന്ന് പറഞ്ഞ് പുള്ളി അത് സമ്മതിക്കുകയും ചെയ്തു. മാക്സിമം നമുക്ക് എത്തി, കല്ല് മാക്സിമം കാണുന്ന ഷോൾ ഏരിയകളിലൊക്കെ സ്റ്റോൺ വിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ താണ്ടൂർ സ്റ്റോൺ അല്ലേ, നല്ല ഭംഗിയാണ്, റെക്ടാംഗിൾ ഷേപ്പാണ്, സിംഗിൾ ലൈന് പുല്ലുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇതിന്റെ ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നേക്കാൾ കൂടുതലായിട്ട് ഫോട്ടോസ് കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. ഞാൻ മുമ്പത്തെ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു, ഇപ്രാവശ്യം അതായത് നല്ല മഴയുള്ള സമയം കൊണ്ട് താണ്ടൂർ സ്റ്റോണിന്റെ കളേഴ്സിലൊക്കെ ചില ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഗ്രീൻ കല്ലുകളൊക്കെ. പക്ഷെ അത് അവന് കിട്ടിയിട്ടില്ല. പക്ഷെ ലാസ്റ്റ് വന്ന 2-3 സൈറ്റുകളിൽ ഈ ഗ്രീൻ കല്ല് പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ഗ്രീൻ കല്ല് സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗ്രീൻ കല്ല് അങ്ങനെ വരുന്നില്ല, മറിച്ച് ഇപ്പൊ ലാസ്റ്റ് ടൈമിലെ ട്രിപ്പിൽ വന്നത് ഒരു ലൈറ്റ് ഗ്രേ ആണ്. അപ്പോൾ ഈ താണ്ടൂർ സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ ആകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ സിമ്പിൾ ആയ രൂപത്തിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തു, കുറച്ച് കലാത്തിയ ഹെലിക്കോണിയൊക്കെ വെച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത വർക്കിന്റെ കുറച്ച് പിക്ചറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫോട്ടോസുകളാണ്, വീഡിയോസ് അല്ല. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടുക, അഗ്രോജൈവ ലാൻഡ്സ്കേപ്സ്. ഓക്കെ, കൂടുതലായിട്ട് പരസ്യങ്ങളോ ആടുകളൊന്നും ഇല്ല കേട്ടോ, കാരണം അതിനൊന്നും സമയമില്ല, ധാരാളം വർക്കുകളുണ്ട്. വിളിക്കുക.